أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور إن الشيطان لكم عدو فاتخذوه عدوا إنما يدعو حزبه وليكونوا من أصحاب السعير صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതവും ആ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞ് നൽകിയതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് ഓരോന്നിനും നാളെ റബ്ബിൻ്റെ മുമ്പിൽ മറുപടി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി ജീവിതത്തെ കൈകാര്യം ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള അവൻ്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ അതിൻ്റെ അലയൊലികളൊക്കെ ഏതാണ്ട് നമ്മളിൽ നിന്ന് അകന്നു തുടങ്ങി. ഒരു മാസക്കാലം നീണ്ട ആത്മീയവും മാനസികവുമായ അനുഭൂതി നിറഞ്ഞ ഒരു മാസം വലിയ ആവേശത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള അമല സ്വാലിഹാത്തുകളുമായി നമ്മൾ ആ മാസം മുഴുകിയിരുന്നു. അള്ളാഹുവിന് വേണ്ടിയുള്ള നോമ്പ് വളരെ കണിശതയോടുകൂടി തന്നെ നമ്മൾ അനുഷ്ഠിച്ചു. ഖുർആൻ പാരായണവും ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് ആവുന്നത്ര നമ്മൾ കഴിച്ചുകൂട്ടി. തറാവീഹും തഹജ്ജുദുമൊക്കെയായി ജീവിതത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പിടിച്ചു നിർത്താൻ എന്തൊക്കെ വേണമോ അതൊക്കെ ചെയ്തുകൊണ്ട് നമ്മളൊരു മാസക്കാലം പരിശുദ്ധ റമദാൻ മാസത്തെ കൈകാര്യം ചെയ്തു. അതിൻ്റെ അവസാനത്തിൽ വന്ന ശവ്വാലിൽ ഈദുൽ ഫിത്തർ നമ്മൾ ആഘോഷിച്ചു. ഇപ്പോൾ ഏതാണ്ട് 2-3 ആഴ്ചകളായി ഒരു ചെറിയ വിചാരണയ്ക്കുള്ള സമയം അല്ലെങ്കിൽ ഒരു വിലയിരുത്തലിനുള്ള സമയമായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതുപോലെ ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങളെ നാളെ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ കോടതിയിൽ വിചാരണ ചെയ്യുന്നതിൻ്റെ മുമ്പ് നിങ്ങളൊരു വിചാരണയ്ക്ക് വിധേയരാകണം. വസിനു അമാലുക്കും ഖബ്ല അൻ തൂസൻ അലൈക്കും, നിങ്ങളുടെ അമലുകളൊക്കെ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ തൂക്കി നോക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് സ്വയം തൂക്കി നോക്കണം. പല സന്ദർഭങ്ങളിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, റമളാൻ അങ്ങ് കടന്നു പോകുന്നതോടുകൂടി നമ്മിൽ നിന്ന് പലരുടെയും ജീവിതത്തിൽ നിന്ന് അതിൻ്റെ അലയൊലികളും അങ്ങില്ലാതാവുകയാണ്. വീണ്ടും പഴയ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറാൻ കഴിയുന്നു എന്നതാണ് ഏറെ പരിതാപകരം. ചിലരെങ്കിലും പെരുന്നാൾ ദിവസം തന്നെ മാറി എന്നതാണ് സത്യം. പെരുന്നാളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ തന്നെ റമദാനിൻ്റെ പവിത്രതയും അതിൻ്റെ മഹത്വവും അതിൻ്റെ മഹനീയതയും ഒക്കെ കളഞ്ഞു കുളിക്കുന്നു. എന്നിടത്തു നിന്നും തുടങ്ങുന്നു പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൻ്റെ അവസ്ഥകൾ. ഇനി അങ്ങനെ അല്ലാത്ത ആളുകൾ, അവരെക്കുറിച്ചല്ല ഞാൻ പ്രതിപാദിക്കുന്നത്, അങ്ങനെ അല്ലാത്ത എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് പോലും ആ ഒരു തഖ്വയും അള്ളാഹുവിനോടുള്ള അവൻ്റെ ദീനിൻ്റെ മാർഗത്തിലുണ്ടായിരുന്ന നമ്മുടെ ഒരു കൃത്യനിഷ്ഠയും സൂക്ഷ്മതയുമൊക്കെ കുറഞ്ഞു കൊണ്ടുവരുന്നു. ഇത് സ്വാഭാവികമായൊരു പ്രക്രിയയാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല ഈ പറഞ്ഞത്. ഇതിന് മരുന്നെന്ത് എന്ന് അന്വേഷിക്കാനാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി നാളുകൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് ഇങ്ങനെ കുറഞ്ഞു വരും. റമദാനിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഉണ്ടാക്കിയ ആ അമലുകളുടെ ഒരു വലിയ പരമ്പര, അതിൽ നിന്ന് പലതും ഇതിനകം തന്നെ കൊഴിഞ്ഞുപോയി.
ഒരുപാട് അമലുസ്വാലിഹാത്തുകളുടെ പെരുപ്പം കൊണ്ട് നമ്മൾ നിലനിർത്തിയിരുന്ന റമദാനിൽ അതല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. ഒരുപാട് തിന്മകളെ നമ്മൾ പടിക്ക് പുറത്ത് വെച്ചിരുന്നു. ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പലപ്പോഴും കളവ് പറയേണ്ടി വരുമ്പോൾ, ആളുകളെക്കുറിച്ച് പരദൂഷണം പറയേണ്ടി വരുമ്പോൾ, നല്ലതല്ലാത്ത വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പറയാറുണ്ടായിരുന്നു, ഇന്നി സ്വാഹിമുൻ, ഞാൻ നോമ്പുകാരനാണ്, എനിക്കത് പറ്റൂല. അങ്ങനെ പറഞ്ഞിരുന്ന പല സംഗതികളും വീണ്ടും ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിന് ലൈസൻസ് അനുവദിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അപകടകരമാണ്. ഇത് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത എല്ലാ ആ സൂക്ഷ്മതാബോധവും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കും. അവസാനം അതിനിടയിൽ എപ്പോഴെങ്കിലുമൊക്കെ മരണം സംഭവിക്കുമ്പോൾ, അസ്രായിൽ വന്ന് വിളിച്ചു കൊണ്ടുപോകാൻ വരുമ്പോൾ, നമ്മൾ ഒരുപക്ഷെ ഉണ്ടാവുക ജീവിതത്തെക്കുറിച്ച തികഞ്ഞ ആലസ്യത്തിലായിരിക്കും. മരണാനന്തര ജീവിതത്തെക്കുറിച്ച തികഞ്ഞ ബോധക്കുറവിലായിരിക്കും നമ്മൾ ഉണ്ടാവുക എന്നതുകൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ സത്യവിശ്വാസികളെ ഓർമ്മിപ്പിക്കണം. കാരണം അങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് തൻഫഉൽ മുഅ്മിനീൻ, മുഅ്മിനുകളായ വിശ്വാസികളായ ആളുകൾക്ക് ഉപകാരം ചെയ്യും. നമ്മളാരും മോശക്കാരൊന്നുമല്ല. നമുക്കൊക്കെ സ്വർഗം വേണം. നമ്മളൊക്കെ നരകത്തിൽ നിന്ന് പുറത്തു കടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി നമ്മളാൽ കഴിയുന്ന അമലുസ്വാലിഹാത്തുകൾ ചെയ്യുന്നവരാണ്. പക്ഷേ ഇവിടെ കൂട്ടത്തിൽ നമ്മൾ മാത്രമല്ല ഉള്ളത്. റമദാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത് സുഫിദത്ത് ഷയാത്തീൻ, പിശാചിനെ ബന്ധനസ്ഥനാക്കുമെന്നതാണ്. ആ ബന്ധനത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. പിശാച് നമ്മിലേക്ക് ഇറങ്ങി വരിക മാത്രമല്ല, അവൻ അള്ളാഹുവിനോട് ചെയ്ത കരാറ് പൂർത്തീകരിക്കുകയാണ്. എന്താണ് ആ കരാറ്? റബ്ബേ, നീ എന്നെ ഈ അവസ്ഥയിലാക്കിയത് കൊണ്ട് ഞാൻ തക്കം പാർത്തിരിക്കും നിന്റെ അടിമകളെ വഴിപിഴപ്പിക്കാൻ. എവിടെയൊക്കെ അവർ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നുവോ, നിന്റെ മുമ്പിൽ തലകുനിക്കുന്നുവോ, സുജൂദ് ചെയ്യുന്നുവോ, അവിടെ ഒക്കെ അവരെ പിഴപ്പിക്കാൻ ഞാൻ അവൻ്റെ ഇടത്തും വലത്തും മുന്നിലും പിന്നിലും ഉണ്ടാകുമെന്ന് പിശാച് അള്ളാഹുവിനോട് ചെയ്ത വാഗ്ദാനമാണ്. അള്ളാഹു അതിന് അനുവാദം കൊടുത്തതാണ്. എന്നിട്ട് അള്ളാഹു കൂട്ടിച്ചേർത്തു, എൻ്റെ സച്ചരിതരായ ദാസന്മാരെ മാത്രം നിനക്ക് തൊടാൻ കിട്ടൂല, ബാക്കിയുള്ളവരടുത്ത് നീ പൊയ്ക്കോ. അത് ശക്തമായ ഒരു താക്കീത് എന്ന അർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതാണ്. ഞാൻ നേരത്തെ ഓതി വെച്ച സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായത് പറയുകയും ചെയ്യുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന വഅദല്ലാഹി ഹഖുൻ, അല്ലാഹുവിന്റെ വാഗ്ദാനം എന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ഭൗതികമായ ജീവിതം നിങ്ങളെ വഞ്ചനയിൽ അകപ്പെടുത്തരുത്. ഭൗതികമായ ജീവിതം നിങ്ങളെ കണ്ണ് മഞ്ഞളിപ്പിക്കരുത്. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗുറൂർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു വഞ്ചിക്കുന്ന ആളും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഒരുപാട് പ്രലോഭനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും, ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും. പിശാച് അത് നിങ്ങൾക്ക് നല്ലതായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരും. അതുകൊണ്ട് വലാ യഗുറന്നകും ബില്ലാഹിൽ ഗുറൂർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു വഞ്ചിക്കുന്നവനും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. എന്നിട്ട് പറഞ്ഞു, ഇന്ന ശൈത്താന ലക്കും അദുവ്, നിങ്ങൾ അറിയണം പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവൻ, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ സ്വീകരിക്കണം, മിത്രമായിട്ട് സ്വീകരിക്കരുത്. ഈ ഒരു വിഷയത്തിലാണ് നമ്മളെല്ലാവരും പഴച്ചു പോകുന്നത്. പിശാച് ശത്രുവാണ് എന്ന് നമുക്കറിയാം, അതിനെക്കുറിച്ച് ബോധമൊക്കെ ഉണ്ട്. പക്ഷേ ഫത്തഖിദൂഹു അദുവൻ, ഒരു ശത്രുവിനെ ശത്രുവായി കാണാതെ അവനെ മിത്രമായി കാണുന്നു എന്നിടത്താണ് നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റുന്നത്. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഗീർ, നിങ്ങൾ അറിയണം, നമ്മൾ അറിയണം, അവൻ അവന്റെ ആളുകളെ നരകത്തിലേക്ക് പോകുന്ന കൂട്ടത്തിൽ പെടുത്താൻ വേണ്ടി അവൻ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം സത്യവിശ്വാസികളെ, അല്ലയോ മനുഷ്യരെ, നിങ്ങൾ അറിയണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് സഹോദരിമാരെ, ഞാൻ പറഞ്ഞല്ലോ, റമദാന് കഴിഞ്ഞ് കുറച്ചിപ്പുറത്ത് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ എന്താണ് ഇപ്പം നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്ന് ഒന്ന് പരിശോധിക്കാൻ ഏറ്റവും നല്ല അവസരമാണ്. റമദാനിനെ കുറിച്ച് നമുക്കറിയാം, അള്ളാഹു ഒരു പാക്കേജ് പരിപാടി നടപ്പിലാക്കിയതല്ല. നമ്മിൽ പലരും തെറ്റിദ്ധരിച്ചത് അങ്ങനെയാണ്. റമദാൻ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു പാക്കേജ് പരിപാടിയാണ്. അതിൽ നമ്മൾ ഒരുപാട് അമല് സ്വാലിഹാത്തുകൾ ചെയ്താൽ നമ്മൾ അള്ളാഹു സ്വർഗത്തിലേക്ക് ആക്കിക്കളയും എന്ന ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. അങ്ങനെ ആക്കട്ടെ, എൻ്റെ വിഷയം അതല്ല. മറിച്ച് റമദാൻ എന്ന് പറയുന്നത് നമ്മോട് ആ മാസത്തിലുടനീളം ആളുകൾ പറഞ്ഞതുപോലെ അതൊരു ട്രെയിനിങ് കോഴ്സാണ്. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഉള്ള ഒരു പരിശീലന കാലമാണ്
പരിശീലന കാലം എന്ന് പറഞ്ഞാൽ ആ പരിശീലനം കൊണ്ട് അവസാനിക്കുന്നതല്ലല്ലോ. നമുക്കറിയാം, ഇപ്പോൾ സ്കൂളുകൾക്കൊക്കെ അവധിയാണ്. അധ്യാപകന്മാർ മുഴുവൻ പരിശീലനത്തിന് ട്രെയിനിങ് കോഴ്സുകളിൽ പോകണം, നിർബന്ധമാണ് ഗവൺമെന്റിൻ്റേത്. ആ ട്രെയിനിങ് കോഴ്സ് എന്തിനാ? ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് അവർ അതുപോലെ ഇരിക്കാനല്ല, മറിച്ച് ഇനി വരുന്ന 10 മാസം നിങ്ങളുടെ മുമ്പിൽ വരുന്ന വിദ്യാർത്ഥികളെ ആ ട്രെയിനിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ പാഠങ്ങൾ അവർക്ക് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ വളർച്ചയിൽ നിങ്ങൾ പങ്കുവഹിക്കണമെന്ന് പറയാനാണ്. റമദാനും അങ്ങനെ തന്നെയാണ്. നമുക്ക് കിട്ടിയ എല്ലാ കരുത്തും കാമ്പും ഈ റമദാനിന് ശേഷമുള്ള ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. അതുകൊണ്ടൊരു പാക്കേജ് പരിപാടിയല്ല. ഞാൻ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അവർ എല്ലാ കാലത്തും ഒരുപോലെയല്ലേ? സ്വഹാബത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ റമദാനിൽ അവർ അത് ചെയ്തു, റമദാൻ കഴിഞ്ഞപ്പോൾ അവർ കുറച്ചു എന്ന് എവിടെയും നമ്മൾ കാണുന്നില്ല. അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടുമുട്ടി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ദിവസം മുതൽ മരണത്തിന് അവർ കീഴടങ്ങി അള്ളാഹുവിലേക്ക് തിരിച്ചു പോയ ദിവസം വരെ ഒരേ അളവിൽ ഈമാനും ഒരേ അളവിൽ അമലു സ്വാലിഹാത്തും ഒരേ അളവിൽ ഇഖ്ലാസുമായി അവർ മുന്നോട്ട് പോയെങ്കിൽ എവിടെയാണ് നമുക്കത് കിട്ടാതെ പോകുന്നത്? നമ്മളെല്ലാവരും മനസ്സിലാക്കി വെച്ചത് അവരൊക്കെ വേറെ കുറെ ആൾക്കാരാണ്. സ്വഹാബത്ത് എന്നൊക്കെ പറഞ്ഞാൽ വേറെ കുറെ ലെവലിലുള്ള ആൾക്കാരാണ്. എങ്ങനെയാണ് അവർ ആ ലെവലിലേക്ക് എത്തിയത്? അവരൊക്കെ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരാണ്. നമ്മളെപ്പോലെ എന്നും പറഞ്ഞുകൂടാ, നമ്മളെപ്പോലെ ഒന്നും വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത പ്രവാചകനും ഉമ്മിയായിരുന്നു, ആ സമൂഹവും നിരക്ഷരരായിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത്രയും നിലവാരത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലുണ്ടായിരുന്ന ആളുകളാണ് ലോകത്ത് സ്വർഗാവകാശികളുടെ ഉദാഹരണമായി പടച്ചതമ്പുരാൻ എടുത്തു പറഞ്ഞ ഒരു വിഭാഗമായി മാറിയത്. ആ അവസ്ഥയിലൂടെ കടന്നു പോകാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കുകയാണ് അതിനു വേണ്ടത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മുടെ മനസ്സിനെ ശക്തമായി ശുദ്ധീകരിച്ച് നിർത്തുക എന്നത് തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ 3 തരം മനസ്സുകളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും അവസാനത്തെ താഴെ നിൽക്കുന്ന മനസ്സെന്ന് പറയുന്നത് നഫ്സുൽ അമ്മാറയാണ്. സൂറത്ത് യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസൂ. ഞാൻ എൻ്റെ മനസ്സിനെ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ കുറ്റത്തിൽ നിന്ന് ഞാൻ വിമോചിപ്പിക്കപ്പെടുന്നില്ല, ഞാൻ അതിനെ മാറ്റി നിർത്തുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസൂ, എൻ്റെ മനസ്സ് അല്ലെങ്കിൽ മനസ്സുകൾ എന്ന് പറയുന്നത് തെറ്റിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതമുള്ളതാണ്. ഇല്ലാമാ റഹിമ റബ്ബി, എൻ്റെ റബ്ബ് അതിന് ദിവ്യബോധന അതിന് കാരുണ്യം ചെയ്താലല്ലാതെ. ഇന്ന റബ്ബി ഗഫൂറുർ റഹീം, എൻ്റെ റബ്ബ് എല്ലാം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള മനസ്സ് എന്ന് പറയുന്നത് നഫ്സുൽ അമ്മാറയാണ്, അമ്മാറത്തും ബിസൂ. അതിന് നമ്മൾ പറയുന്നത് ഏറ്റവും താഴെ തട്ടിലുള്ള മനസ്സ്. ഇല്ലം യസ്തജീബൂ ലക, താങ്കൾക്ക് അവർ ഉത്തരം നൽകുന്നില്ലെങ്കിൽ ഫഅലം അന്നമാ യത്തബിയൂന അഹ്വാഹും, അവരവരുടെ ദേഹേച്ഛകളെ പിൻപറ്റുന്നവരായി മാറും. വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു, സ്വന്തം ദേഹേച്ഛകളെ പിൻപറ്റുന്നവനേക്കാൾ വഴിപിഴച്ചു പോയവൻ വേറെ ആരാണുള്ളത്? ബിഗൈരി ഹുദം മിനല്ലാഹ്, അള്ളാഹുവിന്റെ സന്മാർഗമില്ലാതെ സ്വന്തം ദേഹേച്ഛകളെ പിൻപറ്റുന്നവരേക്കാൾ വഴിപിഴച്ചു പോയവരാരുണ്ട്? ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ ഒരു വിഭാഗത്തെ അള്ളാഹു സന്മാർഗത്തിലാക്കുകയില്ല തന്നെ. അതുകൊണ്ട് അമ്മാറത്തും ബിസു എന്ന് പറയും, നഫ്സുൽ അമ്മാറ, തെറ്റിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സ്. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ മുകളിലേക്ക് വന്ന് നമ്മൾ ആരാധനകൾ കൊണ്ടും അമൽ സ്വാലിഹാത്തുകൾ കൊണ്ടും റമദാനിന്റെ ദിനരാത്രങ്ങളിലൊക്കെയുള്ള ഇബാദത്തുകൾ കൊണ്ട് നമ്മൾ തൊട്ട 2 സ്ഥാനങ്ങളിലേക്ക് പോയത്. രണ്ടാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് നഫ്സുൽ ലവ്വാമയാണ്. ലാ ഉഖ്സിമു ബിനഫ്സിൽ ലവ്വാമ, ലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആണയിട്ട് പറയുന്ന ഒരു നഫ്സ് എന്ന് പറയുന്നത്, ഞാൻ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട നഫ്സുൽ ലവ്വാമ, അതിന് വിമർശനാത്മകമായ മനസ്സ്. തെറ്റിലേക്ക് ചായുമ്പോഴും ആ നഫ്സ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പോകല്ലേ പോകല്ലേ, ഇത് തെറ്റാണ്, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഇത് ഒരുപക്ഷെ നമ്മളെല്ലാവരുടെയും അവസ്ഥയിലുണ്ടാകും. ഈ അമ്മാറത്തും ബിസൂഖിലേക്ക് വല്ലാതൊന്നും പോയിട്ടുണ്ടാവില്ല നമ്മൾ. ഒരുവിധമൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയും. പക്ഷെ ഭൂരിഭാഗം ആളുകളും ഉണ്ടാവുക ഈ പറയുന്ന നഫ്സുൽ ലവ്വാമയിലാണ്, വിമർശിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന. അതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ് വൽ ഇസ്മു മഹാക ഫീ സദരിക വകരിഹത അൻ യത്തലി അലൈഹിൻ നാസ്. എന്താണ് നന്മ, എന്താണ് തിന്മ എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നന്മ എന്ന് പറയുന്നത് നിനക്ക് ഹൃദയത്തിന് സന്തോഷം കിട്ടുന്ന ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവങ്ങളൊക്കെ നന്മയാണ്.
വൽ ഇസ്മ് തെറ്റെന്ന് പറയുന്നത് മാ ഹാക്ക ഫീ സുദിരിക നിന്റെ മനസ്സിൽ സംശയമുണ്ടാക്കും, വകരിഹത യത്തലി അലൈനാസ് ജനങ്ങൾ കാണരുത് ആ ചെയ്യുന്നത് എന്ന് നീ ആഗ്രഹിക്കും. വല്ലാത്തൊരു മാനദണ്ഡമാണ്. ജനങ്ങൾ കാണരുത് എന്ന് നീ ആഗ്രഹിക്കുന്ന എല്ലാം തെറ്റാണ്. കാരണം ശരി ചെയ്യാൻ ഒരാളെയും നമ്മൾ പേടിക്കണ്ട. അപ്പം നമ്മൾക്ക് തന്നെ ജീവിതത്തിൽ അറിയാം, ഇത് അയാൾ കാണണ്ട, ഇത് ഇയാൾ കാണണ്ട, ഇത് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി എന്ന് വിചാരിക്കുന്ന കുറേ സംഗതികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് നമ്മൾ ചെയ്യും. അത് ചെയ്യുമ്പോൾ നഫ്സുൽ ലവ്വാമ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അത്ര മോശപ്പെട്ട ഹൃദയമല്ല നമ്മളത്, അത്ര മോശപ്പെട്ട മനസ്സല്ല നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നീ ആ ചെയ്ത് തെറ്റാണ്, ഇസ്തിഗ്ഫാർ നടത്തണം, തൗബ ചെയ്യണം, അതിങ്ങനെ കഴുകിക്കളയണം, അതുമായിട്ട് നീ മുന്നോട്ട് പോകരുത് എന്ന് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കും. ആ അവസ്ഥയിലാണ് ഇപ്പോൾ റമദാൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റേജിലായിരിക്കും നമ്മൾ ഉണ്ടാകുക. നമ്മൾ അവിടെ നിന്ന് പോകേണ്ടത് എങ്ങോട്ടാണെന്നറിയോ? അവിടെ നിൽക്കരുത് നമ്മൾ. കാരണം അസ്രായിൽ വന്ന് റൂഹ് പിടിക്കുന്ന സമയത്ത് ഉണ്ടാകേണ്ട മനസ്സെന്താണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലയോ ശാന്തമായ മനസ്സേ, നഫ്സുൽ മുത്മഇന്ന, ആത്മാവ് മനസ്സംതൃപ്തി കിട്ടുന്ന, സംതൃപ്തി കിട്ടുന്ന മനസ്സ്. അതാണ് നേരത്തെ റസൂൽ പറഞ്ഞത്, ജനങ്ങൾ കാണരുത് എന്ന് നീ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലുള്ള മനസ്സിൽ നിന്ന് ശാന്തമായ അസ്രായിൽ വന്ന് പിടിക്കുമ്പോൾ യാ അയ്യത്തു നഫ്സുൽ മുത്മഇന്ന, അല്ലയോ ശാന്തമായ ആത്മാവിന്റെ ഉടമേ, ഇർജിഇ ഇലാ റബ്ബികി, നിന്റെ റബ്ബിലേക്ക് നീ തിരിച്ചു പോയിക്കൊള്ളുക. റാദിയതൻ മർദിയ, നീ അവനെ തൃപ്തിപ്പെട്ട അവസ്ഥയിലും അവൻ നിന്നെ തൃപ്തിപ്പെട്ട അവസ്ഥയിലും. ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ അടിമകളുടെ കൂട്ടത്തിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക. വദ്ഖുലി ജന്നതി, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. ഇത് ഭൂമിയിൽ വെച്ച് പറയുന്ന സംഗതിയാണ്. ഇത് ഭൂമിയിൽ വെച്ച് പറയുന്നതാണ്. അവിടെ ചെന്നതിന് ശേഷം മാത്രമല്ല, ഇവിടെ നിന്ന് തന്നെ ആ പറച്ചിൽ തുടങ്ങാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന നഫ്സ് മുത്മഇന്നയാണ്. അവിടുന്ന് എത്രത്തോളം താഴോട്ട് പോകുന്നുവോ അത്രയും ഇബാദത്തുകൾ കൊണ്ട്, അള്ളാഹുവിനെ കുറിച്ച സ്മരണ കൊണ്ട്, ദിക്റുകൾ കൊണ്ട്, ഔറാദുകൾ കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട് നമ്മൾ ആ സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. കാരണം നഫ്സ് തുടങ്ങുന്നത് തെറ്റിലേക്കുള്ള ചായ്വുള്ള അവസ്ഥയിൽ നിന്നാണ്. പിന്നീട് അതുണ്ടാകുക തെറ്റ് ചെയ്താൽ കുറ്റപ്പെടുത്തുന്ന മനസ്സാണ്. മൂന്നാമതുണ്ടാകുന്നത് നഫ്സുൻ മുത്മഇന്നയാണ്. ആ സ്റ്റേജിൽ എത്തുന്നത് വരെ നമ്മൾ ഈ പ്രയാണം തുടർന്നു കൊണ്ടേയിരിക്കണം. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ചില സംഗതികൾ കൂടിയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും അവനെക്കുറിച്ചുള്ള പ്രതീക്ഷയുമാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അമൽ സ്വാലിഹാത്തുകളും അവന്റെ കൺമുന്നിലാണ് ചെയ്യുന്നത് എന്ന ഒരു ബോധമുള്ള മനുഷ്യൻ വല്ലാതൊന്നും തെറ്റിലേക്ക് പോകില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ നുവസ്വിസു ബിഹി നഫ്സുഹു. പരിശുദ്ധ ഖുർആൻ പറയാൻ, മനുഷ്യനെ സൃഷ്ടിച്ചത് നാമാണ്. വനഅലമു മാ നുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ബോധ്യങ്ങളും വരെ നാം അറിയുന്നുണ്ട്. വനഹനു അഖ്റബു മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ കണ്ഠനാടിയേക്കാൾ അവനോട് നാം അടുത്ത് നിൽക്കുന്നു. ഒരാൾക്കും ഒരു സംഗതിയും ചെയ്യാൻ കഴിയില്ല അല്ലാഹ് കാണാതെ. ഈ ബോധമാണല്ലോ സഹാബത്തിനെ നിയന്ത്രിച്ചിരുന്നത്. ഒരാളും കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വ്യഭിചാരത്തിന്റെ കുറ്റവുമൊക്കെ ഏറ്റെടുത്തു കൊണ്ടുവന്ന സഹാബികളിൽ ഒരു മനുഷ്യന്റെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അയാൾ ആ വ്യഭിചാരം ചെയ്തത് ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല. റസൂലിന്റെ അടുക്കൽ വന്നിട്ട് അയാൾ പറയാൻ, റസൂലെ, ഞാൻ വ്യഭിചരിച്ചു പോയി, എന്നെ ശുദ്ധീകരിക്കണം. 1-2 പ്രാവശ്യമൊക്കെ റസൂൽ അദ്ദേഹത്തെ ഒഴിവാക്കി വിടാൻ നോക്കി. കാരണം വിവാഹിതനാണ് ആ മനുഷ്യൻ, എറിഞ്ഞു കൊല്ലണം, അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചു. സ്വാഭാവികമായ ഒരു അവഗണന അതിന് കൊടുത്തു നോക്കി. പക്ഷെ ആ മനുഷ്യൻ പിന്തിരിയുന്നില്ല. അയാൾ വീണ്ടും റസൂലിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, റസൂലെ, ഞാൻ വ്യഭിചരിച്ചു പോയി, എന്നെ നിങ്ങൾ ശുദ്ധീകരിക്കണം, എനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ആ ശിക്ഷ താങ്ങാൻ കഴിയില്ല. അവസാനം അദ്ദേഹത്തെ എറിഞ്ഞു കൊല്ലാൻ അള്ളാഹിന്റെ റസൂൽ ഓർഡർ കൊടുക്കുന്ന ഒരു ചരിത്രമുണ്ട് ഇസ്ലാമിൽ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തെ യാദൃശ്ചികമായി മദീനയിലെ സഹാബികൾക്കിടയിൽ എന്തോ വിഷയത്തിൽ ചർച്ച വന്നപ്പോൾ ഒരു മോശമായ രീതിയിൽ അദ്ദേഹത്തെ പറഞ്ഞു, അങ്ങനെ എറിഞ്ഞു കൊല്ലപ്പെട്ട മനുഷ്യനായ ഇന്നാലിന്ന മനുഷ്യൻ. ഇത് കേട്ട് വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. ഈ മദീനക്കാരായ മുഴുവൻ ആളുകൾക്കും അദ്ദേഹത്തിന്റെ ഈമാൻ പകുത്തു കൊടുത്തിരുന്നെങ്കിൽ പിന്നെയും ബാക്കിയായുമായിരുന്നു അദ്ദേഹത്തിന്റെ ഈമാൻ. അത്രത്തോളം ഈമാനോട് കൂടിയാണ് അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയായത്. ഒരാളും കാണാത്ത പാതിരാവിൽ താൻ ചെയ്ത ആ പാപം അത് അല്ലാഹ് കണ്ടിട്ടുണ്ടല്ലോ എന്ന പേടി കൊണ്ട് പടച്ചവന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് സ്വയം ശിക്ഷ ഏറ്റുവാങ്ങുന്ന വനഹനു അഖ്റബു മിൻ ഹബ്ലിൽ വരീദ്, കഴുത്തിൽ നിൽക്കുന്ന ഈ കണ്ടനാടിയേക്കാൾ എന്നോട് അടുത്ത് നിൽക്കുന്ന റബ്ബിന്റെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ
ഇനി അതിനും പുറമെ നിങ്ങൾ നോക്ക്, യഅലമു ഖായിനത്തുൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ, ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതും കണ്ണിന്റെ കട്ടുനോട്ടവും അവൻ അറിയും. ഇതിനൊക്കെ പുറമെ രണ്ട് കാവൽക്കാരെയും അവൻ വെച്ചു. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബുൻ അതീദ്, നിരീക്ഷകന്മാരും റെക്കോർഡ് ചെയ്യപ്പെടുന്നവരുമായ രണ്ട് മലായികത്തുകളുടെ നിരീക്ഷണത്തിലല്ലാതെ ഒരു മാ യൽഫിദു മിൻ ഖൗലിൻ, ഒരു വാക്ക് പോലും നമ്മൾ ഉച്ചരിക്കുന്നില്ല. ഈ ഒരൊറ്റ ബോധം പോരെ ജീവിതത്തെ പിടിച്ചു നിർത്താൻ. ഒരു മരുന്നും റസൂല് കൊടുത്തിട്ടില്ല ഈ ബോധം നിറക്കുകയല്ലാതെ. സ്വഹാബത്തിന്റെ ജീവിതത്തിലേക്ക് ഇതങ്ങ് പകർന്നു കൊടുക്കുകയല്ലാതെ ഒരു മരുന്നും റസൂല് വേറെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു പടച്ചതമ്പുരാനെ കുറിച്ച ബോധം, അതിനേക്കാൾ അപ്പുറം ഇതങ്ങോട്ട് ചെല്ലുമ്പോൾ മരിച്ചു പോകണമെന്നൊരു ബോധം. അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദ, എല്ലാ ആസ്വാദനങ്ങളെയും കരിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ വല്ലാത്തൊരു പ്രത്യേകത എന്താണെന്നറിയോ? മരണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോഴും വിചാരിക്കുന്നത് കുറേ അങ്ങോട്ട്, പരലോകം എന്നൊക്കെ പറയുമ്പോൾ എത്രയോ യുഗാന്തരങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ഒരു സംഗതിയായിട്ടാണ് നമ്മളൊക്കെ മനസ്സിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അല്ല സഹോദരന്മാരെ, അടുത്ത നിമിഷം ഇന്ന് രാവിലെ കേട്ടിട്ടുണ്ടാവും നിങ്ങളൊരു മരിച്ച വാർത്ത. ഞാൻ ഇന്നത് കേട്ടിട്ടാണ് വരുന്നത്. ഇന്ന് രാവിലെ ഒരു മനുഷ്യന്റെ മരണ വാർത്ത കേട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇദ്ദേഹത്തിന് ഒരസുഖം ഉണ്ടായിരുന്നില്ലല്ലോ. അതാണ് ജീവിതം, അതാണ് മരണം എന്ന് പറയുന്നത്. ആ കർട്ടൻ ഒന്ന് അങ്ങ് വലിച്ചു മാറ്റുക മാത്രമാണ് ചെയ്യുന്നത്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും, എല്ലാ ആത്മാവുകളും മരണം രുചിക്കും. അവർക്ക് അവരുടെ പ്രതിഫലം, പ്രവർത്തനങ്ങളുടെ പ്രതിഫലം നാം പൂർണ്ണമായി നൽകും യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ. വമൻ സുഹ്സിയ നിന്നാരി ഉദ്ഖിലൽ ജന്ന, ആരെങ്കിലും നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ. ഒമൽ ഹയാത്തു ദുന്യ ഇല്ലാ മത്താഉൽ ഗുറൂർ. അതിനൊരു അടിക്കുറിപ്പ് കൂടി അള്ളാഹ് എഴുതി ചേർത്തു. ഇഹലോക ജീവിതം എന്ന് പറയുന്നത് വഞ്ചനാത്മകമായ ചരക്കാണ്. ആ വഞ്ചനയിൽ അകപ്പെടല്ല മനുഷ്യരെ. ഈ കർട്ടൻ അങ്ങ് നീങ്ങിയാൽ തൊട്ടടുത്ത നിമിഷം മുതൽ പരലോകം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പരലോകം എന്നൊക്കെ പറയുമ്പോൾ യുഗാന്തരങ്ങൾക്ക് ശേഷം ഒരു മഹ്ശറ രൂപപ്പെടും. ആ മഹ്ശറയിൽ ഇങ്ങനെ ഒളിച്ചു കൂട്ടപ്പെടും എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ ഇങ്ങനെ അലസരായി ജീവിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ എടുത്തൊന്ന് വായിച്ചു നോക്കണം. ആ പരലോക ജീവിതത്തെ കുറിച്ച് അള്ളാഹ് പറയുന്നത് എന്താണെന്നറിയോ? ഇന്നാ അൻദർനാകും അദാബൻ ഖരീബൻ, വളരെ സമീപസ്ഥമായ ഒരു ശിക്ഷയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങളിലേക്ക് അസ്രായീൽ വന്ന് ആ റൂഹ് എടുക്കുന്ന ഒരു നിമിഷം വരെ മാത്രമേ അതിന് കാലാവധിയുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് മുഴുവൻ മഹ്ശറയാണ്. ബർസഖി ജീവിതം മുഴുവൻ തുടങ്ങുന്ന നിങ്ങളുടെ രക്ഷയുടെയോ ശിക്ഷയുടെയോ കവാടത്തിലൂടെ നമ്മൾ അങ്ങ് പോവാണ്. ഒന്നാലോചിച്ച് നോക്ക്. എൻ്റെ മുമ്പിൽ മരിച്ചു കിടക്കുന്ന ഈ മനുഷ്യൻ വേറെ ലോകത്തെത്തി. അവിടെ മുതൽ അങ്ങോട്ട് അയാൾ വേറെ ഒരു ജീവിതവുമായി മുന്നോട്ട് പോകാൻ. ഇന്ന അൻദർനാകും അദാബൻ ഖരീബൻ, വളരെ സമീപസ്ഥമായ ഒരു ശിക്ഷയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമുള്ള ഒരു ബോധമുള്ള മനുഷ്യൻ, ഇന്ന അദാബ്, ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹം പലപ്പോഴും വേഷപ്രച്ഛന്നനായിട്ട് നടക്കുമായിരുന്നു. മദീനയിൽ ഒരു ദിവസം അങ്ങനെ നടക്കുന്ന സന്ദർഭത്തിൽ വീടിന്റെ ഉള്ളിൽ നിന്ന് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. സൂറത്തുൽ വാഖിയിലെ ഇന്ന അദാബ റബ്ബിക ലവാഖിഉ മാ ലഹു മിൻ ദാഫിഉ, നിന്റെ റബ്ബിന്റെ ശിക്ഷ എന്ന് പറയുന്നത് സത്യമാണ്, അതിൽ നിന്ന് തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന വാചകം കേട്ട് അവിടെ ബോധരഹിതനായി വീണു ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഏതാണ്ട് 3 ആഴ്ചയോളം അദ്ദേഹം അതിന്റെ പേരിൽ പനിച്ചു കിടന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രം പഠിപ്പിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്കിതൊന്നും ബോധ്യപ്പെടാത്ത എന്തുകൊണ്ടാണെന്നറിയോ? നമുക്കിതൊന്നും ബോധ്യപ്പെടാത്തതിൻ്റെ കാരണം പരിശുദ്ധ ഖുർആൻ എന്താണെന്ന് നമുക്ക് തിരിഞ്ഞിട്ടില്ല. നമ്മളതിങ്ങനെ പാരായണം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ സൂറകളിലൂടെ നിങ്ങൾ നോക്ക്. സഹാബത്ത് ഇന്നും ഹറമിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ. ഒരുപക്ഷെ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോയ സന്ദർഭത്തിൽ അവിടെ നിന്ന് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവരുടെ കണ്ടമിടറുന്നത്, അവരുടെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീര് വരുന്നത്, അവരുടെ ചുണ്ടുകൾ വിതുമ്പുന്നത് നമ്മളൊക്കെ സാക്ഷികളായിട്ടുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ? അള്ളാഹിന്റെ ഖുർആൻ ഓതിയിട്ടൊന്ന് വിതുമ്പാനുള്ള സന്ദർഭം, അള്ളാഹിന്റെ ഖുർആൻ ഓതിയിട്ടൊന്ന് കരയാനുള്ള സന്ദർഭം. എന്താ കാരണം? ഇതെന്താ സാധനം എന്ന് തിരിയണ്ടേ നമുക്ക്? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദിവസത്തിൽ 17 തവണ ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം വരെ അറിയാതെയല്ലേ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് മനുഷ്യന്മാർ മരിച്ചുപോയത്. റമദാന് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി തന്നെ അള്ളാഹ് പറഞ്ഞതും അതന്നെയായിരുന്നില്ലേ? ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതീർണമായ മാസമായിരുന്നു അത്. അവിടെ തൊട്ട് തുടങ്ങണമായിരുന്നു നമ്മൾ. ഇപ്പൊ ഖുർആൻ പഠിക്കുന്ന എത്ര ആളുകളുണ്ട്? ഖുർആൻ കൃത്യമായി പാരായണം ചെയ്യുന്ന എത്ര ആളുകളുണ്ട്?
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഉമർ റളിയല്ലാഹു ബോധരഹിതനായത് രണ്ടേ രണ്ട് ആയത്ത് കേട്ടിട്ടാണ്. ഇന്ന അദാബ റബ്ബിക ലവാഖിഉ മാ ലഹു മിൻ ദാഫിഉ, നിന്റെ റബ്ബിന്റെ ശിക്ഷ അതികഠിനമാണ്, അതിൽ നിന്ന് തടയുന്ന ഒന്നുമില്ല എന്ന് കേട്ടിട്ട് അദ്ദേഹം ബോധരഹിതനായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കിങ്ങനെ അലസരായി ജീവിക്കാൻ കഴിയുന്നതിൻ്റെ കാരണവും അതാണ്. നമുക്ക് ഖുർആൻ തിരിഞ്ഞിട്ടില്ല. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തുഹു ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖസിയത്തില്ലാ. അള്ളാന്റെ ആയത്തല്ലേ അത്. ഒരു പർവ്വതത്തിന്റെ മേലെയാണ് ഈ ഖുർആൻ അവതരിച്ചിരുന്നെങ്കിൽ ആ പർവ്വതം കിടുകിടാ വിറക്കുമായിരുന്നു. നമുക്ക് വല്ല പേടിയുണ്ടോ? ഓർമ്മ വെച്ച നാള് മുതൽ ഇതിങ്ങനെ കൊണ്ടു നടക്കുന്നതിൽ നമുക്ക് വല്ല പേടിയുണ്ടോ? ഒരു പേടിയില്ലല്ലോ. എന്താ കാരണം? ഇതെന്താ സാധനം നമുക്ക് തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അള്ളാഹിന്റെ അടുക്കലേക്ക് ഇതേ അവസ്ഥയിൽ തന്നെ പോകാനാണ് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ ഒന്നും നമുക്ക് ബാധകല്ല. 60-70 വയസ്സുവരെ അള്ളാഹിന്റെ ഭൂമിയിൽ ജീവിച്ച് അവന്റെ എല്ലാ സൗകര്യങ്ങളും ആസ്വദിച്ച് എല്ലാ കഴിവുകളും ആർജിച്ച മനുഷ്യൻ അവിടെ ചെന്നിട്ട് എന്താ പറയാൻ പോണത്? അവിടെ സാക്ഷിയായിട്ട് വരൂലേ? അൽ ഖുർആൻ ഹുജ്ജത്തുൽ ലക വ അലൈക, ഖുർആൻ നിനക്ക് അനുകൂലമായോ പ്രതികൂലമായോ സാക്ഷി നിൽക്കുമെന്ന് അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചതല്ലേ? അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ഈ ജീവിതത്തിന്റെ താളം തിരിച്ചുപിടിക്കാൻ, ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളും അവനെക്കുറിച്ചുള്ള ഭയവും ഭക്തിയും അവനെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഒക്കെ തിരിച്ചു പിടിക്കാൻ ഒരൊറ്റ മരുന്നേ ഉള്ളൂ. അള്ളാഹിന്റെ റസൂല് കൊടുത്ത ഒരൊറ്റ മരുന്ന് ഈ പരിശുദ്ധ ഖുർആൻ അങ്ങ് സമർപ്പിക്കുക, അത് ജീവിതത്തിൽ നെഞ്ചേറ്റ് വാങ്ങുക. അവിടുന്ന് ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ വരും. ഞാൻ നേരത്തെ ഓതി വെച്ചതൊക്കെ ആയത്തുകളാണല്ലോ, അള്ളാഹിന്റെ ഖുർആനിൽ വന്ന ആയത്തുകളാണ്. നമ്മുടെ മനസ്സെങ്ങനെയാവണം, നമ്മുടെ മരണത്തെക്കുറിച്ച് ചിന്ത എന്താവണം, ആ മരണം കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കടന്നു ചൊല്ലുന്ന ഒരു ജീവിതമുണ്ടല്ലോ, ആ ജീവിതത്തെക്കുറിച്ച്. ഇനി മരണം തന്നെ വേണമെന്നില്ലല്ലോ. ഇന്നത്തെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മരിച്ചാൽ മാത്രമല്ല മനുഷ്യൻ ഒന്നിനും കഴിയാത്തവനാകുന്നത്. സൂറത്ത് യാസീനിൽ ഒരായത്തുണ്ട്. എന്താണ്? നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവനുള്ള അവസ്ഥയിൽ തന്നെ അവനെ നാം രൂപഭേദം ചെയ്യും. എന്നിട്ടോ പിന്നൊന്ന് മുന്നോട്ട് പോകാനോ പിന്നോട്ട് പോകാനോ നമുക്ക് കഴിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ, ഇപ്പൊ നമുക്ക് സുജൂദ് ചെയ്യാൻ കഴിയുന്നുണ്ട്, ഇപ്പൊ നമുക്ക് നിസ്കരിക്കാൻ കഴിയുന്നുണ്ട്, അള്ളാഹുവിന്റെ കലാം ഓതാൻ കഴിയുന്നുണ്ട്. ഒരു ചെറിയ സ്ട്രോക്ക്, ഒരു ചെറിയ പ്രഷറിന്റെ കയറ്റം, ഒരു ചെറിയ ജീവിതത്തിന്റെ താളം തെറ്റിൽ നമുക്കിടയിൽ എത്ര മനുഷ്യന്മാരാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? ഒന്ന് സുജൂദ് ചെയ്യണമെന്നാണ്, ഒന്ന് അള്ളാഹിന്റെ മുമ്പിൽ നെറ്റി വെക്കണമെന്നാണ്, ഒന്ന് നന്നായിട്ട് ഒരായത്ത് ഓതാൻ കഴിയണമെന്നാണ്. പക്ഷേ കഴിയുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ് നമ്മൾ ഇത് ചെയ്തു തീർക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എന്നും അള്ളാഹു അവസരം തരൂല, എന്നും അള്ളാഹു അവസരം തരൂല. ഈ പിടുത്തം അള്ളാഹു അങ്ങ് പിടിക്കും. ഇരുന്ന ഇരിപ്പിൽ തന്നെ നാം അവരെ രൂപഭേദം മാറ്റും. പിന്നെ ആ മനുഷ്യനെ കണ്ടാൽ വരെ നമ്മൾ പറയും, എന്താ സംഭവിച്ചത്? കണ്ടിട്ട് തിരിയുന്നില്ലല്ലോ. എത്ര സുന്ദരനായിരുന്നു, എത്ര ശക്തിമാനായിരുന്നു, എത്ര ആരോഗ്യവാനായിരുന്നു. മുന്നോട്ട് പോകാനോ പിന്നോട്ട് പോകാനോ ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ജീവിതത്തിൽ വർഷങ്ങളോളം ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർ നമ്മളെ കൂട്ടത്തിലുണ്ട്. അവരോട് ചോദിക്കണം, നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഒന്ന് പള്ളിയിൽ പോയിട്ട് നമസ്കരിക്കണം, ഒരു 2 റക്അത്ത് നമസ്കരിച്ച് അള്ളാഹിന്റെ മുമ്പിൽ ഒന്ന് പള്ളിയിൽ ഇരുന്ന് ഒന്ന് പൊട്ടിക്കരയാനാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് അവർ പറയും. പക്ഷെ അതിനൊക്കെ സൗകര്യമുള്ള സമയത്ത് നമ്മളത് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നത് ഈ ആളുകളെ നോക്കി നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് ഞാൻ പറയുന്നത്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ അള്ളാഹുവിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വിചാരണ നടക്കാനുണ്ടല്ലോ, എന്ത് സ്വസ്ഥതമായ ജീവിതമാണ് നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വിചാരണയ്ക്ക് വേണ്ടി നമ്മൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. ആ വിചാരണയുടെ പ്രത്യേകത ഒരു രഹസ്യവുമില്ലാത്ത വിചാരണയാണ്. പരത്തിവെച്ച തുറന്നു വെച്ച പുസ്തകമാണ്. ഇന്ന് എനിക്കൊരുപാട് സ്വകാര്യങ്ങളുണ്ട്, എൻ്റെ ഭാര്യ പോലും അറിയാത്ത സ്വകാര്യങ്ങൾ, എൻ്റെ മക്കളറിയാത്ത സ്വകാര്യങ്ങൾ, എൻ്റെ കൂട്ടുകാരറിയാത്തത്. പക്ഷേ പരലോകത്ത് ആ സ്വകാര്യങ്ങളാണ് ആദ്യം പരസ്യമാക്കപ്പെടുന്നത് എന്നറിയണം. ആ വിചാരണ നേരിടേണ്ടവരാണ് നമ്മൾ. ശക്തമായ കാവലിൽ ഓരോരുത്തരും നാളെ അത് വിചാരണക്ക് വരും. ഓരോ മനുഷ്യനെയും വിചാരണക്ക് വേണ്ടി ഹാജരാക്കുമ്പോൾ അവന്റെ കൂടെ ഒരു സാക്ഷിയും ഉണ്ടാകും, ഒരു കാവൽക്കാരനും ഉണ്ടാകും. ശക്തമായ കാവലിലാണ് അവൻ വരിക. ഒരാളോടും അനീതി കാണിക്കാത്ത ഒരു ദിവസം. മായുബദ്ദിലുൽ ഖൗലു ലദയ്യ,
വമാ അന ബിദല്ലാമിൽ ലിൽ അബീദ്. ഒരു മനുഷ്യന്റെയും ഒരു വാചകവും അവരെ പകരമാക്കപ്പെടുകയില്ല, മാറ്റത്തിരുത്തുകൾക്ക് വിധേയമാക്കപ്പെടുകയില്ല. വമാ അന ബിദല്ലാമിൽ ലിൽ അബീദ്, എന്റെ അടിമകളോട് ഒരിക്കലും ഞാനൊരു അക്രമവും കാണിക്കുകയുമില്ല. നീതിനിഷ്ഠമായ ഒരു പരലോകം നമ്മുടെ മുമ്പിലുണ്ട്. ഒരാളും അവിടെ വാദിക്കാൻ വരൂല. ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക യൗമ അലൈക ഹസീബ. ഒരു വക്കീലുമില്ല കേട്ടോ, ഒരു ജഡ്ജിയും വേണ്ട. ഇഖ്റ കിതാബക, നിന്റെ ഗ്രന്ഥം നീ വായിക്കുക. നിന്റെ ഈ ഗ്രന്ഥം വായിക്കാൻ നീ തന്നെ മതിയായവനാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ വായിച്ചു തീർക്കുന്ന ഒരു ഗ്രന്ഥം കയ്യിൽ പിടിക്കുന്ന ഒരു കൈക്കൂലിക്കാരനും ഒരു മധ്യസ്ഥനുമില്ലാത്ത, യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ, ഒരു മക്കളും ഒരു സമ്പത്തും ഉപകാരപ്പെടാത്ത, ഒന്നിനു പകരവും ഒന്നും ചെയ്യാൻ പറ്റാത്ത, മാത്രമല്ല നമ്മുടെ വായല്ലല്ലോ സംസാരിക്കുന്നത്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും. അവന്റെ കൈകാലുകൾ സംസാരിക്കുന്നു, കാലുകൾ സാക്ഷി നിൽക്കുന്നു, വായ സീല് വെക്കപ്പെടുന്നു. ഇതൊക്കെ ഖുർആനാണ് സഹോദരന്മാരെ, ഇതൊക്കെ ഖുർആനിലെ ആയത്തുകളാണ്. ഇതൊക്കെ പഠിക്കണം നമ്മൾ, ഇതുമായി മുന്നോട്ട് പോകണം. ഈ രീതിയിലുള്ള ഒരു ജീവിതക്രമത്തെക്കുറിച്ച് തികഞ്ഞ ബോധ്യമുള്ള ഒരു മനുഷ്യൻ പിന്നെ അവന് റമദാന് കഴിഞ്ഞാലും എവിടേക്കും പോവില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്, റമദാനിന് മുമ്പുള്ള ശഅബാനും റമദാനിന് ശേഷമുള്ള ശവ്വാലും ഒരു സത്യവിശ്വാസിക്ക് ഒരുപോലെ ആവുകയില്ല. കാരണം റമദാനിൽ അവൻ ആവശ്യമായ ഊർജം സ്വീകരിച്ചു കഴിഞ്ഞു. വരാനിരിക്കുന്ന 11 മാസം ആ ഊർജത്തിന്റെ ആ ഒരു അവസ്ഥയിൽ അവൻ അങ്ങ് മുന്നോട്ട് പോകും. ഒരിക്കലും ജീവിതത്തിന്റെ താളം തെറ്റി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകരുത്. എപ്പോഴാണ് മരണം വരിക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആരോടും ഒരനുവാദവും ചോദിച്ചിട്ടല്ല അത് വരുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ഈ സംവിധാനത്തെ, ഈ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജീവിതക്രമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആ ഒരു ജീവിതക്രമവുമായി മുന്നോട്ട് പോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.